ദൈവത്തിന് സ്തോത്രം. റോമ സാമ്രാജ്യത്തിന്റെ പുനർരൂപീകരണത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന വിഷയമാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ചെയ്തിരുന്നത് പോലെ തന്നെ പരമ്പരാഗതമായ ചില തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ ബൈബിൾ വായിക്കുന്നവര് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയ മിക്കവാറും വീഡിയോകളിൽ ഉള്ളത്. ഇതും അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചില വചനങ്ങൾ എടുത്തിട്ടുണ്ട്, ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? റോമാ സാമ്രാജ്യത്തിന്റെ പുനർരൂപീകരണം അന്തിക്രിസ്തുവിന്റെ വെളിപ്പാടിനോടനുബന്ധിച്ച് സംഭവിക്കുമെന്ന് സുവിശേഷകർ പറയുന്നതിൽ എത്ര സത്യമുണ്ട്? ഇത് സമർത്ഥിക്കുവാനായി അവർ എടുക്കുന്ന വേദഭാഗം ദാനിയേൽ 7:7 ആണ്. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തറക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. 10 കൊമ്പുള്ള ഭീകരമൃഗത്തിനെ റോമ സാമ്രാജ്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇത് പറയുന്നത്. 10 കൊമ്പുകളുള്ള ഈ ഭീകരമൃഗം വെളിപ്പാട് 13:1-2 പറഞ്ഞിരിക്കുന്ന അന്തിക്രിസ്തുവാണ്. വീണുപോയ റോമാ സാമ്രാജ്യമല്ല. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇതെന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഈ മൃഗം, കരടിയുടെ കാല്, പുള്ളിപ്പുലിയുടെ ശരീരം, സിംഹത്തിന്റെ തല, 7 തല, 10 കൊമ്പ്, ഇതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ദാനിയേൽ 7:7 പറഞ്ഞിരിക്കുന്ന 10 കൊമ്പുള്ള മൃഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ മൃഗം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, 10 കൊമ്പുള്ള ഭീകരമൃഗം, ദാനിയേൽ 7:7. പിന്നെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അവസാനത്തിൽ അന്ത്യോക്കസ് IV എന്ന രാജാവ് അന്തിക്രിസ്തുവിനെ പോലെ ഭരണം നടത്തിയ ഒരു മനുഷ്യനാണ്. നെബൂഖദ്നേസർ മുതൽ നിത്യവരെ എന്ന ചാർട്ട് നോക്കാം. ദാനിയേൽ 8:9 പറഞ്ഞിരിക്കുന്ന അന്ത്യോക്കസ് IV ഇതാണ്. ആ അന്ത്യോക്കസ് IVന്റെ കാലത്ത് 10 രാജാക്കന്മാരുണ്ടായിരുന്നു. അതിനുശേഷം റോമാ സാമ്രാജ്യത്തിൽ ഇങ്ങനെ ഒരു രാജ്യങ്ങളുടെ സംഘടന ഉണ്ടായിട്ടില്ല. ചിത്രം ഒന്നും കൂടി എടുക്കാം. ഇത് എപ്പോഴാണ് വന്നിരിക്കുന്നത്? ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അവസാന സമയത്താണ് ഈ അന്ത്യോക്കസ് IV അവിടെ ഭരണം തുടങ്ങി. അന്തിക്രിസ്തുവിനെ പോലെ ഭരിച്ച ഒരു മനുഷ്യനാണ്. വലിയ അധികാരം ഉണ്ടായിരുന്നു എന്ന് ദാനിയേൽ 8-ാം അധ്യായത്തിൽ പറയുന്നത്. അത് ഈ ഒരു ആളാണ്. അയാളുടെ അവിടെ 10 രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ കീഴ്പ്പെടുത്തിയ ഭരിച്ച ആളാണ്. റോമാ സാമ്രാജ്യം തീരുന്നത് AD 476 അത് തുടങ്ങുന്നത് BC 128 മുതലാണ്. വെളിപ്പാട് 13:1-2 പറഞ്ഞിരിക്കുന്ന ഭീകരമൃഗത്തിന്റെ സിംഹരൂപമുള്ള തലകൾ 1-ാം ലോകത്തെ ആണ് കാണിക്കുന്നത്. അത് നമ്മൾ കണ്ടല്ലോ. ഈ സിംഹരൂപമുള്ള തല 1-ാം ലോകത്തെ കാണിക്കുന്നത്. അത് വെള്ളക്കാരുടെ ലോകം. ബൈബിൾ രഹസ്യങ്ങൾ 81 നോക്കും. അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആ ചിത്രം ഞാൻ വേറെ വരച്ചിട്ടുണ്ട്. ഇതാണ് 1-ാം ലോകം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരുടെ ലോകം. അതായത് ബ്രിട്ടൻ ലീഡറായിട്ട് ഉള്ള ലോകമാണിത്. ബ്രിട്ടനിൽ നിന്ന് വന്ന ഭാഗങ്ങളാണ് അമേരിക്കയും കാനഡയും ഒക്കെ. ഓസ്ട്രേലിയയും ബ്രിട്ടനിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഇതാണ് ഈ 1-ാം ലോകം. ഈ രാജ്യങ്ങളിൽ, അതായത് 1-ാം ലോകത്തിൽ യൂറോപ്പ് മാത്രമല്ല ഉള്ളൂ. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പഴയ റോമാ സാമ്രാജ്യം. US, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവ കൂടി ഉൾപ്പെടുത്തി. ഇതാണ് ഈ G7 രാജ്യങ്ങൾ. ഇപ്പോഴത്തെ US ഉണ്ട്, ജപ്പാൻ ഉണ്ട്, കാനഡ ഉണ്ട്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, UK, ഇത്രയാണ് ഇതിലുള്ളത്. അതിൽ ഓസ്ട്രേലിയ ഇല്ല. അപ്പൊ G10 ആയിട്ടില്ല. എന്നാൽ കാലക്രമേണ 3 രാജ്യങ്ങൾ കൂടി G7-ൽ ചേർന്ന് G10 ആയി മാറാം. അപ്പൊ 10 രാജ്യങ്ങളുടെ സംഘടനയാവും. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടന്റെ ദേശീയ മൃഗം സിംഹമാണല്ലോ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ അന്തിക്രിസ്തുവിന് സിംഹത്തലകൾ ഉള്ളതുകൊണ്ടും ഈ തലകളിൽ 10 കൊമ്പുകൾ ഉള്ളതുകൊണ്ടും ഈ 10 രാജാക്കന്മാർ 1-ാം ലോകത്തിൽ നിന്നുള്ളവർ തന്നെ ആകാനാണ് സാധ്യത. അപ്പൊ ഈ സിംഹത്തിന്റെ തല ബ്രിട്ടന്റെ ദേശീയ മൃഗമായതുകൊണ്ടും, ബ്രിട്ടൻ ഫസ്റ്റ് വേൾഡിന്റെ ലീഡറായിരുന്നു. ആദ്യം ബ്രിട്ടൻ ലോകം മുഴുവൻ കീഴടക്കിയില്ലേ. അപ്പോൾ ബ്രിട്ടനാണ് അതിന്റെ ലീഡർ. അതുകൊണ്ട് ഈ അന്തിക്രിസ്തുവിന്റെ തല എന്ന് പറയുന്നത് ബ്രിട്ടനാണ് എന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാം.